ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നൊരു ചെറിയ ചിന്തയുമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോത്ത് എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ലോത്തിനെ പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന്. ലോത്തിൻ്റെ ജീവിതത്തെപ്പറ്റി കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഞാനപ്പോൾ ആ ലോത്തിനെ ഓർത്തുകൊണ്ട്, ലോത്തിൻ്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും കോളേജിൽ ചെന്ന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾക്കുള്ളിലെല്ലാം എൻ്റെ മനസ്സ് ലോത്തിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു പോകുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച് മെസ്സേജ് ഇട്ടു, പ്രൈസ് ഗോഡ്. ആ ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും കയറുവാനായിട്ട് ഈ ദൈവചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മെസ്സേജ് ഇടുകയാണ്. എനിക്കിത് പ്രയോജനപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു വഴികാട്ടിയായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യൻസ് 5:7 നമുക്ക് കാണാം, വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നടക്കുക, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. പറയാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാഴ്ചയാലല്ല വിശ്വാസത്തിലാണ്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെന്ന് വിശ്വസിച്ചാൽ മതി, ദൈവം ചെയ്യും. ഭയങ്കര എളുപ്പമാണത് പറയാൻ. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ശോധന വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നടക്കുവാൻ കഴിയുന്നുണ്ടോ? നടക്കുവാൻ കഴിയാതെ കുഴഞ്ഞു വീണു പോകുന്ന പലരുമുണ്ട്. വലിയ പടുകൂറ്റമായ വൃക്ഷങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ കാറ്റിൽ ഉലഞ്ഞ് താഴെ വീണുന്നത് പോലെ വലിയ വിശ്വാസ ജീവിതത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് താഴെ പോകുന്നു. Again I tell you, walk by faith, not by sight. Praise God. വിശ്വാസത്തിൽ നടക്കാൻ എളുപ്പമല്ല. കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ എളുപ്പമാണ്, കണ്ടുകൊണ്ട് നടക്കുവാൻ എളുപ്പമാണ്. എന്തെങ്കിലും മുമ്പിലുണ്ടെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുവാൻ എളുപ്പമാണ്. അതിനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറയാൻ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ ഒരു വഴി ഉണ്ടെങ്കിൽ, ഒരു റോഡ് വെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ കൂടി നടക്കാൻ എത്ര എളുപ്പമാണ്. എന്നിട്ട് ഞാൻ വിശ്വാസത്തിലാണ് നടക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? എൻ്റെ മുമ്പിൽ റോഡുണ്ടല്ലോ, ഞാൻ അതിലേ അങ്ങ് നടന്നാൽ മതി. റോഡില്ലാത്തവനോട് നീ അങ്ങ് വിശ്വാസത്തിൽ നടക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കർത്താവ് പറഞ്ഞത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നിനക്ക് കാണാതെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നോടും നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നത്, കാണാതെ വിശ്വസിക്കുവാൻ പറ്റുമോ? വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്ന എളുപ്പമാണ്. അതെ, എനിക്ക് പറ്റും, അതവിടെയുണ്ട്, എനിക്കത് ചെയ്തെടുക്കാൻ പറ്റും, അത് വാങ്ങിക്കുവാൻ പറ്റും, നടക്കുവാൻ പറ്റും, കൊടുക്കുവാൻ പറ്റും, എല്ലാം സാധിക്കും. അതവിടെ ഉണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ, ഒരു വഴിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ നടക്കും? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വെളിയിൽ വലിയ വലിയ വൃക്ഷങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ വേര് ആഴത്തിലിറങ്ങിയിട്ടില്ലെങ്കിൽ, വേര് ഉറച്ചിട്ടില്ലെങ്കിൽ, ചെറിയ കാറ്റടിച്ചാൽ പോലും ആ വൃക്ഷം താഴെ വീഴും, പിഴുതുപോകും. ബിൽഡിങ്ങൊക്കെ നമുക്കറിയാലോ, വലിയ അടിസ്ഥാനങ്ങളിട്ട് ഫൗണ്ടേഷൻ ആഴത്തിൽ വെച്ചിട്ടാണ് പൊക്കത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കൂടുതലും പണിയുന്നത്. കാരണം നല്ല ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ അത് ഒടിഞ്ഞു വീണു പോകും, അത് താഴെ വീണു പോകും. അതുപോലെ തന്നെയാണ് വിശ്വാസമെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ അതിൻ്റെ അറിവ്, അതാണ് നമ്മളെ വിശ്വാസികളാക്കുന്നത്. അറിവെന്ന് പറയുമ്പോൾ വായിച്ചു പഠിച്ച അറിവല്ല, ദൈവാത്മാവിൻ്റെ ജ്ഞാനം, കർത്താവിൻ്റെ ജ്ഞാനം. ആ കർത്താവ് ആരാണെന്നുള്ള ആ അറിവ്, എൻ്റെ ദൈവം ആരാണ്,
എൻ്റെ ദൈവം ഉന്നതനാണ്, എൻ്റെ ദൈവം പരമോന്നതനാണ്, എൻ്റെ ദൈവം മഹോന്നതനാണ്. അവൻ കൃപയും കരുണയും ദയയും ക്ഷമയും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തെ പറ്റി അറിയാം. എന്നെ അതിശയിപ്പിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം പിതാവ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാമല്ലോ, വിശ്വാസികളുടെ പിതാവാണ്. എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ആയത്? പല തെറ്റുകളും വന്നിട്ടുണ്ടല്ലോ. പിന്നെയും എന്തുകൊണ്ട് കർത്താവ് എൻ്റെ സ്നേഹിത, എൻ്റെ വിശ്വാസികളുടെ പിതാവെന്നൊക്കെ സ്നേഹിതനായ അബ്രഹാമിനെ ആക്കി തീർത്തു? കാരണം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോകാനാ പറഞ്ഞത്. അവിടെ ഒന്നും ഞാൻ അവിടെ അത് വെച്ചിരിക്കുന്നു. അവിടെ പാലും തേനും ഒക്കെ ഒഴുകുന്ന, അങ്ങനെ മുമ്പിലൊന്നും കൊണ്ട് കാണിച്ചു കൊടുത്തെന്നൊന്നും പറയുന്നില്ല. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോവും. ഒന്നും കൊണ്ട് കാണിച്ചില്ല, ദർശനങ്ങളൊന്നും കൊടുത്തില്ല. നീ അങ്ങ് പോയാൽ മതി, ഞാൻ കാണിപ്പാനിരിക്കുന്നതേ ഉള്ളൂ. കാണിച്ചില്ല. കാണാതെ വിശ്വസിച്ച അബ്രഹാം ഭാഗ്യവാൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിലും എന്നെ അതിശയിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഏകജാതനായ പുത്രൻ്റെ യാഗം. നമുക്കത് പറയാൻ വളരെ എളുപ്പമാണ്. എൻ്റെ കുഞ്ഞും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് ഞാൻ അബ്രഹാം പിതാവിൻ്റെ വേദനയെ മനസ്സിലാക്കുന്നു. ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ സ്വമനസ്സോടെ കൊണ്ടു കൊടുത്ത അബ്രഹാം പിതാവിൻ്റെ ഉള്ളിലെ ആ വേദന എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരപ്പനും അമ്മയ്ക്കും സ്വന്തം കൈയാൽ ഒരു കുഞ്ഞിനെ അങ്ങനെ കൊല്ലുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അബ്രഹാം ആ മകനേക്കാളിലും വലുതായിട്ട് ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് സ്നേഹിതനായത്. ആ സ്നേഹിതനും ഒരു വിശ്വാസത്തിൻ്റെ ശോധനയുണ്ടായിരുന്നു. നമുക്കോരോരുത്തർക്കും സ്വർഗീയ പദവിയിലോട്ട്, ആ സ്വർഗരാജ്യത്തിലോട്ട് കയറുവാൻ വേണ്ടിയിട്ട് ഒരു ശോധനയുണ്ട്. സ്നേഹിതൻ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് സ്നേഹിതനാകത്തില്ലല്ലോ. എല്ലാം ഇൻ ആൻഡ് ഔട്ട് അറിഞ്ഞതാണ് ഒരു ലോകത്തിൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു 50% ആ ഫ്രണ്ടിനെ പറ്റി അറിയാമായിരിക്കും. പ്രൈസ് ഗോഡ്. ആ സ്നേഹിതനായ അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ. ഒരേ ഒരു മകൻ, ഒരുപാട് നാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു കുഞ്ഞ്. അവിടെ ചോദിക്കുന്നില്ല, അപ്പ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ വിശ്വസ്തനല്ലായിരുന്നോ? എൻ്റെ ഏത് തെറ്റുകൊണ്ടാണ്? അവിടുന്ന് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത്? ഗിഫ്റ്റ് എടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുവാൻ വേണ്ടി ദൈവം അനീതിയുള്ളവനാണോ? ഒന്നും അബ്രഹാം ചോദിച്ചില്ല. മിണ്ടാതെ കർത്താവിൻ്റെ ആ വാക്കിന് വലയിറക്കി എന്നൊക്കെ പറയുന്നത് പോലെ അബ്രഹാം പോവുകയാണ്. വേറെ ആരോടും ചോദിച്ചില്ല, ആരുടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. കാരണം ഏറ്റവും വലുത് അബ്രഹാമിന് ദൈവമാണ്. തൻ്റെ മകനെക്കാട്ടിലും വലുത്, സേറയെക്കാട്ടിലും വലുത്. അവൻ്റെ ജീവിതത്തിൽ എന്തു നടക്കും, പിന്നെ ഫാമിലി ലൈഫ് എന്താകുമെന്ന് ഒന്നും ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് സാറയെക്കോടും പോലും ചോദിക്കാതെ ഇറങ്ങിപ്പോയ അബ്രഹാം, വേദനയോടുകൂടി ഇറങ്ങിപ്പോയ അബ്രഹാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തെപ്പറ്റി കർത്താവെ എന്നോടൊന്നും ക്ലിയറായിട്ട് പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം സിക്കായിട്ട് അവൻ കിടന്നിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനെ. എൻ്റെ ഓരോ ശ്വാസത്തിലും ഞാൻ പ്രാർത്ഥിച്ചേനെ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അപ്പോൾ ദൈവത്തിന് എന്നോട് നോ പറയുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എനിക്ക് അതിനുള്ള അവസരം തന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്. ഞാൻ കൊടുക്കത്തില്ല എന്നറിയാം, കാരണം എനിക്ക് അത്ര വിശ്വാസമേ ഉള്ളൂ. ഞാൻ പറയും, അപ്പ അങ്ങനെ ചെയ്യല്ലേ, എനിക്ക് വേണം, കംപ്ലീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നല്ല ഹെൽത്തിയിൽ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നോ, യു ഡോണ്ട് ഡൂ ദാറ്റ്. അങ്ങനെ പറയും. കാരണം എനിക്ക് അത്രേ വിശ്വാസമേ ഉള്ളൂ എന്ന് കർത്താവിന് അറിയാമായിരിക്കും. എന്നാൽ അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. ചോദിച്ചപ്പോഴേ ഒന്നും നോ പറയാതെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്.
താൻ ആശ്രയിച്ച ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. നമുക്ക് അബ്രഹാം കടന്നുപോയ വഴികളെപ്പറ്റി വർണ്ണിക്കുവാനോ വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയുവാൻ എളുപ്പമാണ്. എന്നാൽ ആ വിശ്വാസത്തിൻ്റെ ശോധന വരുമ്പോൾ, ഞാൻ തീച്ചുള്ളിൽ കൂടി കടന്നു പോകുമ്പോൾ നിൽക്കുവാൻ പ്രയാസമാണ്. മറ്റുള്ളവർ തീച്ചുള്ളിയുടെ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ നീ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പ്രിയ ദൈവപൈതലേ, വിശ്വാസത്തിൻ്റെ ശോധനയിൽ പിടിച്ചു നിൽക്കണം, വിശ്വസിച്ചുകൊണ്ട് നിൽക്കണം. അതിന് ദൈവം കൃപ തരും. ലോകത്ത് തലപൊക്കി നോക്കി, അവൻ ചുറ്റും നോക്കി, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നോക്കി, ഏതെങ്കിലും അതിനകത്തൊരു ഗ്യാപ്പുണ്ടോ, എന്തെങ്കിലും കുറവുള്ളതുണ്ടോ എന്ന് തലപൊക്കി ചുറ്റും നോക്കുകയാണ്. അവൻ കണ്ടത് മനോഹര ദേശം, ഫലപുഷ്ടമായിട്ടുള്ള ദേശം, ഫെർട്ടൈൽ ലാൻഡ്. He thought that is the comfortable land for his family and flocks. അവൻ്റെ എല്ലാ കന്നുകാലികൾക്കും അവൻ്റെ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ബെസ്റ്റ് ലാൻഡായിട്ടാണ് അതിനെ കണ്ടത്. അതായിരുന്നു കണ്ണിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഇന്ന് യുവാക്കളൊക്കെ കല്യാണത്തിന് വേണ്ടി നോക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കും. അതിൻ്റെ കൂടെ 1001 ചോദ്യങ്ങൾ യുവാവിനോടും യുവതിയോടും ചോദിക്കുമെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. പ്രിയ ദൈവ പൈതലേ, നിങ്ങളൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണോ നോക്കുന്നത്? നിങ്ങളൊരു മാരേജിന് വേണ്ടിയാണോ നോക്കുന്നത്? നിങ്ങളൊരു ഭവനമാണോ പണിയാൻ പോകുന്നത്? ഏതാണ് നിങ്ങളുടെ പ്ലാൻ? അതാദ്യം ദൈവത്തോട് ചോദിക്കുന്നത് പോലെ തന്നെ അവസാനം വരെ ദൈവത്തോട് ചോദിക്കണം. നിൻ്റെ പ്ലാൻ അതിൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം ഗോഡ്സ് പ്ലാൻ ഈസ് ദ ബെസ്റ്റ് പ്ലാൻ. നാം നോക്കുമ്പോൾ അവിടെ നല്ലതൊന്നും കണ്ടെന്നിരിക്കത്തില്ല, ഡ്രൈ ലാൻഡ് ആയിരിക്കും, മുമ്പിൽ ഒന്നും കാണത്തില്ല, മുമ്പിൽ വഴിയില്ല. എന്നാൽ വഴിയും സത്യവും ജീവനുമായ ദൈവം വഴി ഒരുക്കും. നമുക്കറിയാം ലോകത്തിന് എന്താണ് സംഭവിച്ചതെന്ന്. അവസാനം ഒരു നിമിഷം പോലും വേണ്ടി വന്നിരുന്നില്ല. ദൈവത്തിന് ആ ദേശം നശിപ്പിച്ചു കളയുവാൻ. ലോത്തിൻ്റെ ആ മനോഹര ദേശം എല്ലാം ഒന്നുമില്ലാത്തതായ ലാൻഡായി തീർന്നു. എല്ലാം വിട്ടിട്ട് ലോത്തിന് ഓടേണ്ടതായിട്ട് വന്നു. പ്രൈസ് ഗോഡ്. ഇതാണ് നാം കണ്ണുകൊണ്ട് നോക്കി എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ. Again I tell you, walk by faith, not by sight. Praise God. Keep moving forward. Trust in God. Believe that our God is mighty. He is preparing the best for you. Praise God. Hallelujah. God bless you all.